യേശുവയുടെ അതിവിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നാം പഠിക്കാൻ തയ്യാറാകുന്നത് പരിശുദ്ധ ത്രിത്വം എന്ന വിഷയമാണ്. ത്രിത്വത്തെ വ്യക്തമായി മനസ്സിലാക്കാത്തത് മൂലം അനേകം അപകടങ്ങൾ വിശ്വാസികളുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. യാതൊരു നിഗൂഢതയുമില്ലാത്ത ഏറ്റവും ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയത്തെ നിഗൂഢതകളിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. ത്രിത്വത്തെക്കുറിച്ച് ഉള്ള അന്വേഷണങ്ങളൊക്കെ നിഗൂഢതകളിലുള്ള അന്വേഷണമായിരുന്നു. അതുകൊണ്ടാണ് ആ സത്യം, യഥാർത്ഥ സത്യം, വളരെ ലളിതമായ സത്യം മറച്ചു വയ്ക്കപ്പെട്ടത്. അതുമൂലം ചെറിയ ദുരന്തമൊന്നുമല്ല ക്രൈസ്തവരുടെ ഇടയിൽ സംഭവിച്ചത്. ത്രിത്വത്തെക്കുറിച്ച് തന്നെ വ്യക്തമായ പഠനങ്ങളില്ലാതെ ദുരൂഹമായ പഠനങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ വികലമാക്കപ്പെട്ട ആശയമാണ് ത്രിത്വത്തെക്കുറിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ രൂപപ്പെട്ടു വന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവർക്കെതിരെ ചില ആശയങ്ങൾ ഉയർന്നു വരാനും അതൊരു മതമായി മാറാനും ഒക്കെ കാരണമായിട്ടുണ്ട്. ഇസ്ലാം മതത്തിൻ്റെ സ്ഥാപനം തന്നെ ത്രിത്വം എന്ന വിഷയത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു. അത് ഖുർആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണത്. അവിടെ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്ന്, ത്രിത്വം എന്ന വാക്ക് നിങ്ങൾ പറയരുത്. ത്രിത്വത്തെ നിഷേധിക്കാൻ വേണ്ടി ഏതെല്ലാം തരത്തിലെല്ലാം മോശമായ പദങ്ങൾ ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ. അപ്പോൾ ത്രിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇസ്ലാം മതം തന്നെ രൂപപ്പെട്ടതെങ്കിൽ ഈ ത്രിത്വത്തെക്കുറിച്ച് വ്യക്തതയോടെ മറുപടി പറയാൻ, ഇസ്ലാമിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തതും ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. നിഗൂഢമല്ലാത്തതിനെ നിഗൂഢതകളിൽ തിരഞ്ഞാലുണ്ടാകുന്ന ആ വൈഷമ്യം, അത് കണ്ടെത്താനുള്ള ആ വിഷമം, അതുതന്നെയാണ് ത്രിത്വത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ത്രിത്വത്തെ അന്വേഷിച്ച് പോയത് വലിയ ബൗദ്ധികമായ അന്വേഷണങ്ങളാണ് നടത്തിയത്. തൊട്ടരികിലിരിക്കുന്ന ഒരു വസ്തു കാണാൻ ദൂരദർശിനിയിലൂടെയൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് തൊട്ടടുത്തിരിക്കുന്ന വസ്തു കാണാൻ കഴിയുക? ഒരു മുൻധാരണയോട് കൂടി ഇത് വലിയ ദുരൂഹതമാണ് എന്നുള്ള ആ ആശയം മനുഷ്യ മനസ്സിൽ വന്നപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി ഉന്നതങ്ങളിലേക്ക്, വലിയ അകലങ്ങളിലേക്ക് ദൃഷ്ടി പായിച്ചു. എന്നാൽ തൊട്ടടുത്തിരുന്ന ആ സത്യം, നമ്മളോട് ചേർന്നിരുന്ന ആ സത്യം, അത് കണ്ടെത്താനായിട്ട് കഴിഞ്ഞുമില്ല. ഇതുതന്നെ ത്രിത്വത്തെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളിലൊക്കെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക സഭ എന്ന് പറയാൻ പറ്റില്ല. എല്ലാ സഭകളിലും ഈ പാളിച്ചകൾ സംഭവിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഇതിൻ്റെ പഠനങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ ഏറ്റവും അധികം നടന്നിട്ടുള്ളത് പൗരസ്ത്യ ക്രൈസ്തവരുടെ ഇടയിലാണ്. അവർ അന്വേഷണങ്ങളൊക്കെ ഇത് മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല ത്രിത്വം എന്നുള്ളൊരു ധാരണയിൽ എത്തിച്ചേരുന്ന വിധം ഒരു നിഗൂഢമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയിലൂടെയൊക്കെ അത്തരം ദുരൂഹതകൾ വന്നിട്ടുണ്ട്. അദ്ദേഹം ത്രിത്വത്തെക്കുറിച്ച് ഇങ്ങനെ വലിയ ബുദ്ധിജീവിയായ ആ മനുഷ്യൻ അന്വേഷിച്ച് നടന്നു. അന്വേഷിച്ചിട്ട് എവിടെയും എത്തുന്നില്ല. അയാൾ കടൽത്തീരത്തോടേക്ക് നടക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് കടലിലെ വെള്ളം കോരി കരയിൽ ഒഴിച്ചൊരു ചെറിയ കുഴിയിലൊഴിച്ച് കടൽ വറ്റിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ആ ശിശു ഈ വ്യക്തിയോട് പറഞ്ഞു. ഈ വ്യക്തി അത് കേട്ട് പറഞ്ഞു, അത് അസാധ്യമായ കാര്യമല്ലേ? അപ്പോൾ ആ കുഞ്ഞ് മറുപടി പറഞ്ഞു, നീ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് ആ വ്യക്തിയെ അനുധാവനം ചെയ്യുന്ന വിശ്വാസികളും ധരിച്ചു വെച്ചു.
അത് ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു എങ്കിൽ സ്ത്രീത്വം എന്നത് മനുഷ്യൻ അന്വേഷിക്കാൻ പാടില്ലാത്തൊരു വിഷയമാണ്. മനുഷ്യൻ അന്വേഷിച്ചാൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു വിഷയമായിരിക്കണം. എന്നാൽ ആ ശിശു പറഞ്ഞ ആ വാക്ക് കേട്ട് സ്ത്രീത്വത്തെക്കുറിച്ചുള്ള അന്വേഷണം നിർത്തി ആ വ്യക്തി മടങ്ങിയത് കൂടാതെ ആ വ്യക്തിയെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ആളുകളൊക്കെയും തന്നെ സ്ത്രീത്വത്തെക്കുറിച്ച് ഉള്ള അന്വേഷണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വലിയ പാണ്ഡിത്യം ആവശ്യമുള്ളൊരു വിഷയമായിട്ട് പരിഗണിച്ച്, മനുഷ്യനത് സാധ്യമല്ലാത്ത ഒരു വിഷയമായിട്ട് പരിഗണിച്ച് അതിനെ മാറ്റിവെച്ചു. ഇവിടെയൊക്കെ വലിയ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. വളരെ ലളിതമായൊരു കാര്യം അന്വേഷിക്കാൻ ഇനിയിപ്പോൾ ആ ശിശു ദൈവത്തിൻ്റെ ഇടപെടലാണെങ്കിൽ പോലും ആ ശിശു പറഞ്ഞതിനെ ഏത് രീതിയിലാണ് പരിഗണിച്ചത് എന്നുള്ളതാണ് തെറ്റായിപ്പോയത്. ആ ശിശു പറഞ്ഞത് നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ളതാണ്, അവൻ്റെ അന്വേഷണത്തിൻ്റെ ദിശയാണ് അതുപോലെയുള്ളത് എന്ന് പറയുന്നതായിരിക്കും നമുക്ക് കൂടുതൽ യോജിക്കുന്ന ഒരു വാക്ക്. അതിൻ്റെ വ്യാഖ്യാനം ആ രീതിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം സ്ത്രീത്വത്തെക്കുറിച്ച് വലിയ ബുദ്ധിയും വിവേകവും എല്ലാം ഉപയോഗിച്ച് അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ കഴിയുന്നതല്ല. എന്നാൽ വളരെ ലളിതമായും വളരെ നിസ്സാരമായും ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറായാൽ മതി. ഇറങ്ങി വരിക എന്നുള്ളതാണ് പ്രധാനം. അതായത് ഇപ്പോൾ ഈ സ്ത്രീത്വത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ ആരംഭിക്കുമ്പോൾ തന്നെ അനേകരുടെയും മനസ്സിൽ മുൻധാരണകളുണ്ടാവാം, പല പല ചിന്തകളുണ്ടാവാം. ബൈബിളിൽ നിന്ന് ലഭിച്ചതും മറ്റു വ്യക്തികളിൽ നിന്ന് ലഭിച്ചതും അല്ലെങ്കിൽ സഭാപിതാക്കന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളിൽ നിന്ന് ലഭിച്ചതും ഒക്കെയായ പല പല അറിവുകളും ആ അറിവുകളെ വളർത്തി ഒരു ബോധ്യമാക്കി നിലനിർത്തിയിരിക്കുന്ന അവസ്ഥകളും എല്ലാം ഉണ്ടാകാം. എന്നാൽ ആരംഭത്തിൽ തന്നെ പറയട്ടെ, നമ്മുടെ മുൻധാരണകളെല്ലാം തൽക്കാലത്തേക്കെങ്കിലും മാറ്റിവെച്ചുകൊണ്ട് സ്ത്രീത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് അത് മനസ്സിലാകാൻ ഏറ്റവും നല്ലത്. സ്ത്രീത്വത്തെക്കുറിച്ച് പലർക്കും പല കാഴ്ചപ്പാടുകളും വ്യാഖ്യാനങ്ങളും ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി എന്ന് പറയുന്ന രീതിയിൽ ചില വചനങ്ങളെക്കുറിച്ച് ഉള്ള ധാരണ പിശക് മൂലം സംഭവിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവാം. ആ അവസ്ഥകളെയൊക്കെ അത് ശരിയോ തെറ്റോ എന്തു തന്നെ ആയിരിക്കട്ടെ, അവയെല്ലാം തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് മാറ്റിവെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ പഠനത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന വചനങ്ങളെ സസൂക്ഷ്മം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യമേ തന്നെ ഒരു വചനം ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ വചനം ഇതാണ്, യേശുവായുടെ വാക്കുകളാണത്. മത്തായിയുടെ സുവിശേഷത്തിലാണ് നമ്മളത് വായിക്കുന്നത്. അത് ഇപ്രകാരം നമ്മൾ ബൈബിളിൽ കാണുന്നു. യേശുവ ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിൻ്റെ തിരുവുള്ളം. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 25-26 വാക്യങ്ങൾ. ഇവിടെ കൃത്യമായി യേശുവ പറയുകയാണ്, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വചനം, ദൈവം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ, അതായത് നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്ന, അത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ സൃഷ്ടിയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചുമൊക്കെയുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് ബുദ്ധി, വിവേകം എന്നീ മേഖലകളെ ഉപയോഗിച്ച് പരിശോധിക്കുമ്പോഴല്ല, ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ചു വെച്ചെന്നാണ് പറയുന്നത്. ശിശുക്കൾക്ക് വെളിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ശിശുക്കൾക്ക് ഈ പറയുന്ന വലിയ ബുദ്ധി കാര്യങ്ങളോ അല്ലെങ്കിൽ അറിവോ പാണ്ഡിത്യമോ ഒന്നുമില്ല. ലളിതമായി അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ലളിതമായിട്ട് സ്വീകരിക്കാൻ കഴിയും. അതിനും അപ്പുറം ശിശുവിൻ്റെ ഒരു ഭാവം എന്നത് നിഷ്കളങ്ക ഭാവമാണ്. അതിനെ യുക്തിതലങ്ങൾ ഉപയോഗിക്കാതെ തന്നെ ഒരു വിഷയത്തെ പരിഗണിക്കാനായിട്ട് ശിശുക്കൾ തയ്യാറാകുന്നു. ദൈവത്തെ യുക്തി കൊണ്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ദൈവം യുക്തി കൊണ്ട് അല്ലെങ്കിൽ പരീക്ഷണശാലയിലെ ഏതെങ്കിലും
പരീക്ഷണങ്ങളിലൂടെ ദൈവത്തെ കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇനി ദൈവം ഉണ്ട് എന്ന് സ്ഥാപിക്കാനോ ദൈവം ഇല്ല എന്ന് സ്ഥാപിക്കാനോ ഒരു ശാസ്ത്ര മേഖലയ്ക്കും കഴിയില്ല. ദൈവം ഇല്ല എന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങളാണ് ഏറ്റവും അധികം നടന്നിട്ടുള്ളത്. എന്നാൽ അവിടെയൊന്നും അവർക്ക് വേണ്ടത്ര വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിന് ആരെങ്കിലും വശംവദരായിട്ടുണ്ടെങ്കിൽ അവർക്കും ആ മേഖലയിൽ നിന്ന് ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ബുദ്ധിയും വിവേകവും ഒന്നല്ല ഇവിടെ പ്രധാനം. അനുഭവമാണ്, ജ്ഞാനമാണ്, എളിമയാണ്, ശിശുഭാവമാണ്. ഇതിലൊക്കെയാണ് നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയുക. അപ്പോൾ ത്രിത്വത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലും നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടത് നമ്മളുടെ മുന്നിലിരിക്കുന്ന ബൗദ്ധികമായ അല്ലെങ്കിൽ ലോകത്തിൻ്റേതായ അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ആ പഠനങ്ങളിൽ നിന്നൊക്കെ മാറി നമ്മൾ ഈ മുൻധാരണകളെല്ലാം മാറ്റി ഇപ്പോൾ നമ്മളുടെ മനസ്സിൽ ത്രിത്വത്തെക്കുറിച്ചുള്ള വികലമോ അവികലമോ അല്ലെങ്കിൽ ശരിയായതോ തെറ്റായതോ എന്തുമാകട്ടെ ഈ പഠനത്തിന് വിധേയരാകുന്ന ഓരോ വ്യക്തികളും, ഞാനും നിങ്ങൾ ഓരോരുത്തരും നമ്മളുടെ മുൻധാരണകൾ, മുൻപ് എന്തൊക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് വച്ചിരിക്കുന്നത് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് പഠനത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോഴാണ് നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ നമുക്ക് അറിവിൻ്റെ തലത്തിലേക്ക്, അനുഭവത്തിൻ്റെ തലത്തിലേക്കും ഒക്കെ ഉയരാനായിട്ട് നമുക്ക് കഴിയുക. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ത്രിത്വം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പടങ്ങളിലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു വൃദ്ധനായ ഒരു വ്യക്തി ഇരിക്കുന്നു, ഒരു ചെറുപ്പക്കാരൻ, പിന്നെ ഒരു പ്രാവ്. ഇങ്ങനെ വരച്ചു വെച്ച പടവുമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് നമ്മളിപ്പോൾ ത്രിത്വത്തിൻ്റെ തിരുനാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആഘോഷം നടത്തിയല്ലോ. ഇത്തരം ആഘോഷങ്ങളിൽ ഞാൻ പങ്കെടുക്കാറില്ല. കാരണം അടിസ്ഥാനരഹിതമായ ആഘോഷങ്ങൾക്ക് നമ്മൾ പോകുമ്പോൾ അത് വിഗ്രഹാരാധനയായി മാറും. ഒരു വിഷയം, നമ്മൾ ഒരു ആഘോഷം നടത്തണമെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവണം. ആ കാരണം ഇല്ലാതെ നമ്മൾ ആഘോഷിക്കുമ്പം അതെന്താണ് ആഘോഷം? അപ്പം ത്രിത്വം എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും ഈ ത്രിത്വത്തിന് തിരുനാൾ ആഘോഷിക്കാനായിട്ടൊരു ദിവസം തിരഞ്ഞെടുക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടാവണം. അതില്ലാതെ, അല്ലെങ്കിൽ ത്രിത്വത്തെ കണ്ടുപിടിച്ചത്, ത്രിത്വം എന്താണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയ ദിനം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പേര് അതിന് ഉണ്ടാവണം. ആ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടാവണം. അതില്ലാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ അത്തരം ആഘോഷങ്ങളിലേക്ക് കടന്നു പോകാനായിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഏതായാലും ത്രിത്വത്തെക്കുറിച്ചൊരു 3 വ്യക്തികളാണെന്നും ദൈവത്തിൻ്റെ 3 ആളത്വമാണെന്നും ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കുറേ ആളുകളൊക്കെ അതൊക്കെ ഇരിക്കുന്നുമുണ്ട്. എന്നാൽ ദൈവം ഏകനാണെന്നാണ് ബൈബിൾ നമുക്ക് നൽകുന്ന വെളിപ്പെടുത്തൽ. അതുപോലെ ദൈവത്തിൽ 3 ആളുകളുണ്ട് എന്നും ബൈബിൾ നമ്മളോട് പറയുന്നില്ല. ദൈവം ഏകനാണ് എന്ന് പറയുന്നത് ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം പറയുന്നതല്ല. മുൻകാലം മുതൽ അപ്പസ്തോലന്മാരുടെ കാലം വരെയുള്ള ആളുകൾ ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ 1-2 വചനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരുപാട് വചനങ്ങളുണ്ട്. നമുക്ക് 1-2 വചനങ്ങൾ പരിശോധിക്കാം. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ യാഹ്വേ ഒരേ ഒരു യാഹ്വയാണ്, ഒരേ ഒരു ദൈവം മാത്രമാണ് നമുക്കുള്ളൂ എന്ന് അവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഇനി
1 തിമോത്തി 2:5 എന്താണ് പറയുന്നത് നോക്കുക. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുവ മശിഹ. അവിടെയും നമുക്ക് സൂചന നൽകുന്നത്, വ്യക്തമായി വെളിപ്പെടുത്തുന്നത് ഒരു ദൈവമേ ഉള്ളൂ എന്നാണ്. ഇനി റോമാലേഖനം 3-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത് നോക്കുക. എന്തെന്നാൽ ദൈവം ഏകനാണ്. ഇവിടെയും അങ്ങനെയാണ് പറയുന്നത്. ഇനി കോറിന്തോസ് ലേഖനം 1 കോറിന്തോസ് ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ 5-6 വാക്യങ്ങളിൽ എന്താണ് പറയുന്നത് നോക്കാം. ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ പല ദേവന്മാരും നാഥന്മാരും ഉണ്ടല്ലോ. എങ്കിലും നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ. ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. ഒരു രക്ഷകനേ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശുവ മശിഹ. ഇവിടെ വളരെ വ്യക്തമാകുകയാണ്, ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ ദൈവമാണ് പിതാവ്. ആ ദൈവം സൃഷ്ടാവാണ് എന്ന് പറയുമ്പോൾ തന്നെ പറയുകയാണ്, ഇത് നമുക്ക് ഒരു രക്ഷകനേ ഉള്ളൂ. ആരിലൂടെയാണോ സർവവും ഉളവായത്, ആ ഉളവാക്കൽ ആരിലൂടെയാണോ സംഭവിച്ചത്, ആ വ്യക്തി തന്നെയാണ് സൃഷ്ടാവ്. അങ്ങനെയെങ്കിൽ പിതാവ് പുത്രൻ എന്ന് 2 അവസ്ഥയല്ല, പിതാവ് തന്നെയാണ് ഈ പുത്രനും. അത് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അത് കുറേ കൂടി വ്യക്തമാകും. ദൈവം രക്ഷകനായി വന്നതാണ് യേശുവ. അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരു രക്ഷകനെ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശുവ മശിഹ. ഒരു ദൈവമേ ഉള്ളൂ. അത് ആദ്യമേ തന്നെ അടിവരയിട്ട് പറയുന്നു, ഒരു ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. അപ്പോൾ അവിടെ ഈ 3-4 വചനഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിൽ മധ്യസ്ഥനായി ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് ദൈവമായ യേശുവായല്ല, മനുഷ്യനായ യേശുവ. കൃത്യമായും അവിടെ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യനായ യേശുവ മശിഹ എന്നാണ് പറയുന്നത്. 1 തിമോത്തി 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവിടെ മനുഷ്യനായ യേശുവ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനായി നമുക്ക് മുന്നിലുണ്ട്. ഈ യേശുവ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്ന സമയത്ത്, അതായത് മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവ ഈ ഭൂമിയിൽ വെച്ച് നമ്മോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് ജ്ഞാനസ്നാനം നൽകുന്നതിനെക്കുറിച്ച് പറയുമ്പോഴാണ്. ജ്ഞാനസ്നാനം നൽകിയപ്പോൾ യേശുവ പറഞ്ഞു, നിങ്ങൾ, അത് മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങളാണ്. ആ വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആകയാൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് യേശുവ, ഉയർത്തെഴുന്നേറ്റ യേശുവ പറയുന്നതാണ്. അപ്പോൾ അതായത് സർവ സൃഷ്ടാവായ ദൈവം തൻ്റെ ദൈവികത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരികയും ആ മനുഷ്യനായി തന്നെ ജീവിക്കുകയും മനുഷ്യനായി തന്നെ മരിക്കുകയും ചെയ്തതിന് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേറ്റപ്പോൾ പിന്നീട് എന്താണ്, ആ സർവ്വപ്രതാപത്തിലേക്ക് വീണ്ടുമുള്ള മടങ്ങിപ്പോക്കാണ്. അപ്പോഴാണ് പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. ശിഷ്യപ്പെടുത്താൻ പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മളെ ശിഷ്യന്മാരാക്കി എടുക്കാനല്ല, പകരം യേശുവായിക്ക് ശിഷ്യരാക്കി അവരെ മാറ്റുക. യേശുവായുടെ ശിഷ്യ സമൂഹത്തിലേക്കാണ് നമ്മളാളെ സ്വീകരിക്കേണ്ടത്. ആ വിഷയം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ വിട്ടുകളയുന്നു. രണ്ടാമതായി പറയുന്നത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയും. അവർക്ക്, അതായത് ശിഷ്യരാക്കപ്പെടുന്ന ആളുകൾക്ക് ജ്ഞാനസ്നാനം നൽകണം.
അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. അപ്പോൾ അവിടെ നാമം പറഞ്ഞിട്ടില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിൽ എന്ന് പറഞ്ഞിട്ടില്ല എന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ മനസ്സിലാക്കണം. മൂന്നാമതായിട്ട് പറയുന്നത് ഈ രണ്ടാമത്തെ വിഷയമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഇതിൽ മൂന്നാമത്തും കൂടി ആ വചനം പൂർത്തിയാകാൻ വേണ്ടി പറയുകയാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും. അതായത് പുതിയതായി നിയമങ്ങളൊന്നും ഉണ്ടാക്കേണ്ട, യേശുവ പറഞ്ഞ കാര്യങ്ങൾ ഈ ശിക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരുമായ ഈ സമൂഹത്തെ പഠിപ്പിക്കുക. ഇതാണ് ക്രിസ്തു എല്ലാ ക്രിസ്ത്യാനികളെയും ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അപ്പോൾ ഈ രണ്ടാമത്തെ ദൗത്യത്തിലേക്കാണ് നമ്മൾ വീണ്ടും വരുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക. അപ്പോൾ എന്താണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞതിന് കാരണം ഒരു വ്യക്തിയുള്ളൂ. ആ ഒരു വ്യക്തിക്ക് പല പേരുകളില്ല. ഒരു വ്യക്തിക്ക് ഒരു പേരേ ഉള്ളൂ. സർവ്വ പുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം എന്ന് അരുളി ചെയ്തുകൊണ്ട് നൽകിയ യാഹ്വേ എന്ന നാമമാണ്. അത് രക്ഷകനായി കടന്നു വന്നപ്പോൾ ആ നാമത്തോടൊപ്പം ഒരു വിശേഷണവും കൂടി ചേർക്കപ്പെട്ടു, രക്ഷിക്കുന്നു എന്ന വിശേഷണം. അതാണ് യേശുവ എന്ന പേര്. യാഹ്വേ ശുവ എന്നാണ്. യാഹ്വേ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് യേശുവ പറഞ്ഞത് ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം 17 അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ പിതാവെ അവിടുന്ന് എനിക്ക് നൽകിയ അങ്ങയുടെ നാമത്തിൽ, എനിക്ക് നൽകിയ അങ്ങയുടെ നാമം ഞാൻ ഇവരെ അറിയിക്കുന്നു, ഇനിയും ഞാനത് അറിയിക്കും എന്നാണ് പറയുന്നത്. അതായത് യേശുവായിക്ക് നൽകപ്പെട്ടിരിക്കുന്ന നാമം എന്ന് പറയുന്നത് ഒരു പുതിയ നാമമല്ല, മറിച്ച് യാഹ്വയുടെ നാമം തന്നെയാണ്. യാഹ്വേ രക്ഷിക്കുന്നു എന്ന ആ ദൗത്യത്തിന്, ആ രക്ഷ എന്ന ദൗത്യമായി വന്നതുകൊണ്ട് യാഹ്വേ രക്ഷിക്കുന്നു എന്ന ആ പേര് എടുക്കുന്നു. രണ്ടും ഒരു പേര് തന്നെ. അതുകൊണ്ട് ഇവിടെ പറയുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഈ നാമത്തെക്കുറിച്ച് സക്കറിയ പ്രവചനത്തിലും അപ്പസ്തോല പ്രവർത്തനങ്ങളിലും കൃത്യതയോടെ പറയുന്നതും കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തത വരും. അപ്പസ്തോല പ്രവർത്തനത്തിൽ ആദ്യത്തെ ക്രൈസ്തവ സമൂഹത്തോടാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. ആരാണ്? കേപ്പ പന്തക്കുസ്താ നാളിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോഴേക്കും യേശുവ അന്ന് പറഞ്ഞത്, അതായത് സ്വർഗത്തിലേക്ക് പോകുന്നതിനൊക്കെ മുൻപ് യേശുവ പറഞ്ഞ കാര്യം, സ്വർഗത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞ കാര്യമാണിത്. അതായത് ഇവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് 10 ദിവസം മുമ്പ് പറഞ്ഞ കാര്യമാണ് ഈ വിഷയം. ഏത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ സ്നാനം നൽകണമെന്ന്. ഇവർ 10 ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചിലവഴിച്ച് ആ 10 ദിവസം കഴിഞ്ഞപ്പോൾ പന്തക്കുസ്താ നാളിൽ ഇവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ എന്താണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്ന് ഈ ശിഷ്യ സമൂഹത്തിന് പരിശുദ്ധാത്മാവ് മുഖേന വെളിപ്പെട്ട് കിട്ടി. അതുകൊണ്ട് ആദ്യ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്ന് കേപ്പ അത് പ്രസംഗിച്ചപ്പോൾ ആ ജനം ഒന്നടങ്കം അത് കേട്ടവർ അവർ അപ്പസ്തോലനോട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതൊന്ന് വായിക്കാം. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി കേപ്പായോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കേപ്പ മറുപടി പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുവ മശിഹായുടെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ യാഹ്വേ തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാമത്തെ അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ അപ്പസ്തോലൻ പറയുന്നത്
യേശുവയുടെ ആഹ്വാനം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന അപ്പസ്തോലന് കൃത്യമായിട്ടും അവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം നൽകണമെന്ന യേശുവയുടെ ആഹ്വാനത്തെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ആ ആഹ്വാനം അനുസരിച്ച് എന്താണ് സ്നാനപ്പെടുമ്പോൾ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്, ആ നാമം ഏതാണ് എന്നുള്ളത് അവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തത്. യേശുവയുടെ നാമത്തിലുള്ള സ്നാനം നിങ്ങൾ സ്വീകരിക്കുവിൻ എന്നാണ് പറഞ്ഞത്. അവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്ന് പറയുമ്പോൾ യേശുവ മശിഹായുടെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. അപ്പോൾ അവിടെ അല്ലെങ്കിൽ അപ്പസ്തോലൻ ചെയ്തത് യേശുവയുടെ ആഹ്വാനത്തിന് വിരുദ്ധമായ പ്രവൃത്തി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന കേപ്പ ഒരിക്കലും ദൈവദൂഷണപരമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ തള്ളിക്കളയുമില്ല, ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് കേപ്പ അവിടെ പ്രഖ്യാപിച്ചു എന്താണ് അത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് പ്രഖ്യാപിച്ചത്. അവിടെ കൂടിയിരുന്ന 16ഓളം ദേശത്തു നിന്ന് വന്ന യഹൂദരായ ആളുകൾ, അവർക്കെല്ലാവർക്കും താന്താങ്ങളുടെ ഭാഷകൾ തിരിച്ചറിയാൻ പാകത്തിന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അത്ഭുത പ്രവൃത്തി ഭാഷാവരത്തിൽ സംസാരിക്കുന്നതിനുള്ള കൃപ അവർ ലഭിച്ച് ആണ് പ്രസംഗിച്ചത്. ആ പ്രസംഗം കേട്ടവരെല്ലാം ഹൃദയം നുറുങ്ങി പശ്ചാത്തപിക്കുന്ന വിധം ആത്മാവിൻ്റെ പ്രവർത്തനം അവിടെ നടന്നു. അവരാണ് ചോദിക്കുന്നത്, എന്ത് ചെയ്യണം യജമാനന്മാരെ ഞങ്ങൾ എന്ന് ചോദിച്ചത്, സഹോദരന്മാരെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ പറയുകയാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്താണ് ആ നാമം എന്താണ് എന്നുള്ളതല്ലേ അവിടെ പറഞ്ഞത്. യേശുവ മശിഹായുടെ നാമത്തിൽ നിങ്ങൾ സ്നാനം സ്വീകരിക്കുക, ഇതാണ് അവിടെ പറഞ്ഞത്. ഇനി ദൈവം ഏകനാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരു പ്രവചന ഗ്രന്ഥത്തിൽ നിന്നുള്ളൊരു വായനയും കൂടി നടത്തിയതിന് ശേഷം നമുക്ക് ത്രിത്വത്തിൻ്റെ വിഷയത്തിലേക്ക് കടന്നു പോകാം. അത് നമ്മൾ വായിക്കുന്നത് സെക്കരിയ പ്രവചനത്തിൽ നിന്നാണ്. 14-ാമത്തെ അധ്യായം. യാഹ്വേ ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴും. അന്ന് യാഹ്വേ ഒരുവൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, അവിടത്തേക്ക് ഒരു നാമം മാത്രവും. ഇത് സെക്കരിയ പ്രവാചകൻ്റെ പ്രവചനം 14-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യമാണ്. അന്ന് യാഹ്വേ ഒരുവൻ മാത്രമായിരിക്കും, അവിടത്തേക്ക് ഒരു നാമം മാത്രവും എന്ന് അവിടെ പറഞ്ഞതിനകത്ത് വലിയ അർത്ഥങ്ങളുണ്ട്. ചിലപ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചേക്കാം, അന്ന് അവൻ ഒരുവൻ മാത്രമാണെങ്കിൽ ഇന്ന് അവൻ പലരാണോ എന്ന് ഒരു തെറ്റിദ്ധാരണാജനകമായ ചോദ്യം ഉയർന്നേക്കാം. എന്നാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് മറ്റ് പ്രവചനങ്ങളുടെ കൂടി പിൻബലത്തോടു കൂടി പരിശോധിച്ചാൽ മനസ്സിലാകും. ആ വിഷയത്തിലേക്ക് നമുക്ക് ഇതിൻ്റെ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശദീകരണത്തിലേക്ക് കടന്നു പോകാം. ഇപ്പോൾ ആ വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല. ഇവിടെ പറയുന്നത് അന്ന് അവൻ ഒരുവൻ മാത്രമായിരിക്കും, യാഹ്വേ ഒരുവൻ മാത്രമായിരിക്കും, അവിടത്തേക്ക് ഒരു നാമം മാത്രവും. ഇവിടെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നിലവിൽ വിവിധ പേരുകളിലൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അബദ്ധത്താലൊക്കെ വിളിക്കുന്നതാണല്ലോ എല്ലാവരും തന്നെ. അങ്ങനെ പല പല പേരുകളിലും ഇല്ലാത്ത പേരുകളൊക്കെ ദൈവത്തിൻ്റെ മേൽ ആരോപിച്ച് ദൈവത്തിന് പുതിയ പേരുകളൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ദൃഷ്ടാന്തം, അവരെയൊക്കെ ലജ്ജിപ്പിക്കുന്ന വിധം അന്ന് അവിടുത്തെ നാമം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഒരു നാമമേ ഉള്ളൂ, ഇവർ വിളിച്ചുകൊണ്ടിരുന്നുവെന്നും അവിടുത്തെ നാമമല്ല എന്ന തിരിച്ചറിവ് അവിടെ ലഭിക്കും. അത് യേശുവയുടെ പുനരാഗമനവുമായി ബന്ധപ്പെട്ടാണ്. യേശുവ ഭൂമി മുഴുവൻ്റെയും രാജാവായി ഈ ഭൂമിയിൽ വാഴുന്ന ആ സമയത്തേക്ക് അവിടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, സെക്കരിയ പ്രവാചകൻ പറയുന്നത് യാഹ്വേ വന്ന് ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴുമെന്നാണ്. ഈ യാഹ്വേ വന്ന് ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴുമെന്ന് അവിടെ പ്രഖ്യാപിച്ച ഇതേ കാര്യം തന്നെയാണ് യേശുവ ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ പറയുന്ന അവൻ പോയ പോലെ തന്നെ തിരികെ വരും. ഇതെന്നാണ് ഒലിവ് മലയിൽ നിലയുറപ്പിക്കുമെന്നാണ് സെക്കരിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ച 14-ാമത്തെ അധ്യായത്തിൽ വായിച്ചത്. അതേപോലെ തന്നെ ഒലിവ് മലയിൽ നിന്ന് യേശുവ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതന്മാർ അപ്പസ്തോലന്മാരായ 120ഓളം ശിഷ്യന്മാരും അപ്പസ്തോലന്മാരുമാകുന്ന ആ 120ഓളം പേര് കൂടുന്ന ആ സമൂഹത്തോട്
അവിടെ പറയുകയാണ്, അവൻ നിങ്ങളല്ലയോ ഗലീലിയിൽ നിങ്ങൾ എന്താണ് നോക്കിയിരിക്കുന്നത്? അവൻ പോയ പോലെ തന്നെ മടങ്ങി വരും. അവൻ പോകുന്നത് എപ്രകാരം നിങ്ങൾ കണ്ടുവോ അതുപോലെ തന്നെ അവൻ മടങ്ങി വരും. അതായത് ഒലിവുമലയിലേക്ക് അവൻ വീണ്ടും ഇറങ്ങി വരുമെന്ന ശക്രിയ പ്രവചനം അവിടെ നടപ്പാവും. അപ്പോൾ എന്താണ്, ആരാണെന്ന് അവിടെ മനസ്സിലായില്ലേ? ശക്രിയാവ് പറഞ്ഞു, യാഹുവേ അന്ന് ഒലിവുമലയിൽ നിലയുറപ്പിക്കും. അവനന്ന് ഒരുവൻ മാത്രമായിരിക്കും, ഒരു നാമം മാത്രമായിരിക്കും. ഇവിടെ സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതന്മാർ പറയുകയാണ്, ഇവിടെ യേശുവ ഒലിവുമലയിൽ ഇറങ്ങി വരും. ആരാ? യേശുവായാണ് അവിടെ ഇറങ്ങി വരുമെന്ന് അവിടെ പറയുന്നത്. യാഹുവേ എന്നൊന്നും പറഞ്ഞില്ല. നിങ്ങൾ അവൻ എങ്ങനെ ഉന്നതത്തിലേക്ക് പോകുന്നതായി കണ്ടുവോ അതുപോലെ തന്നെ അവൻ മടങ്ങി വരും. യേശുവ തന്നെ പറയുന്നു, ഞാൻ പിതാവിൻ്റെ സന്നിധിയിൽ കടന്നുപോയി. അതായത് പിതാവിൻ്റെ സന്നിധി എന്ന് പറയുന്നതിന് വേറെ ഒരുപാട് തലങ്ങളുണ്ട്. അതായത് സ്വർഗത്തിൽ തൻ്റെ ദൈവികത അവിടെ നിലനിർത്തി, ആ ദൈവികതയോട് തന്നെയാണ് ഈ യേശുവ പിതാവ് എന്ന് ആ ഒരർത്ഥത്തിൽ കാണുന്നത്. അത് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ കാണാം. അപ്പോൾ യേശുവ പറയുന്നു, അവിടെ വീടൊരുക്കിയതിന് ശേഷം ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. അതായത് യേശുവ പുനരാഗമനത്തിന് ശേഷം മാത്രമേ സ്വർഗത്തിലേക്ക് ഒരാളെ സ്വീകരിക്കുകയുള്ളൂ. അത് യേശുവയുടെ വാക്കാണ്. യേശുവയുടെ വാക്കിനെ മറികടന്ന് അതിലംഘിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് ആളെ കയറ്റിവിടാനൊന്നും സാധിക്കുന്ന കാര്യമല്ലല്ലോ. മനുഷ്യന് ഇവിടെ ഭൂമിയിൽ തന്നെ ഒരു വീടുണ്ട് ഒരുക്കി കൊടുക്കാനായിട്ട് മനുഷ്യന് അത്ര പൂർണ്ണനല്ല. അങ്ങനെ ഇരിക്കെ സ്വർഗത്തിൽ വീടുണ്ടാക്കി കൊടുക്കാനൊന്നും കഴിയില്ല. അപ്പം സ്വർഗത്തിൻ്റെ അധിപൻ, ആ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അധികാരിയായുള്ളവൻ ഇവിടേക്ക് വന്ന് വീടൊരുക്കിയതിന് ശേഷം വന്ന് നമ്മളെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് പോകുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ രണ്ട് ഇടത്തും കാണുന്നത്, ഒന്ന് യാഹുവേ വരുമെന്നും ഒന്ന് യേശുവ വരുമെന്നും. ഇത് രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ മനസ്സിലാവും യാഹുവയും യേശുവായും ഒരുവൻ തന്നെയാണെന്ന്. ഇത് കൃത്യമായി അറിയണമെങ്കിൽ പീലിപ്പോസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനെക്കുറിച്ച് നമുക്കറിയാമല്ലോ. യേശുവയുടെ 12 അപ്പസ്തലന്മാരിൽ ഒരുവനായ പീലിപ്പോസ്. ഈ പീലിപ്പോസ് വന്ന് യേശുവായോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തന്നാൽ മതി. അപ്പോൾ യേശുവ ഒരു വ്യക്തതയോടുകൂടി ഒരു കാര്യം പറയാനുണ്ട്. ഇതാണത്, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും പീലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണിത് കാണുന്നത്. ഇവിടെ വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ്, ഞാനും പിതാവും ഒന്നാണെന്ന് പറയുന്നത് മാത്രമല്ല വിഷയം. അവിടെ വളരെ കൃത്യമായിട്ട് ത്രിത്വം എന്താണെന്ന് പറയുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് വിശ്വസിക്കുന്നില്ലേ? ഇത് വേറിട്ട രണ്ട് വ്യക്തികളല്ല, ഒരു വ്യക്തിയിൽ തന്നെ ഉള്ള അവസ്ഥകളാണ്. അതായത് ഞാൻ പിതാവിലും പിതാവ് എന്നിലും, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ എന്നെ കണ്ടാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ എൻ്റെ ഉള്ളിൽ വസിക്കുന്നവനെ കാണാനായിട്ട് മറ്റൊരാൾക്ക് കഴിയില്ല. അപ്പം പിതാവിനെ കാണുമ്പോൾ പിതാവിൽ പുത്രനുണ്ട്, പുത്രനിൽ പിതാവുമുണ്ട്. അപ്പോൾ ഈ ഒരവസ്ഥയിലേക്ക് കൂടി നമ്മളുടെ പഠനം എത്തി നിൽക്കുന്നു. ഇനി നമുക്ക് ത്രിത്വം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ലളിതമായി സൃഷ്ടിയുടെ ആദ്യ ഗ്രന്ഥത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാം. ത്രിത്വത്തെ നാം അറിയാൻ നമ്മൾ വളരെ വിദൂരത്തേക്ക് ദൃഷ്ടി പായിക്കേണ്ട ആവശ്യമില്ല. ത്രിത്വത്തിലേക്ക് തിരിയാൻ നാം ഓരോരുത്തരും നാം ആയിരിക്കുന്ന നമ്മിലേക്ക് തന്നെ തിരിഞ്ഞാൽ മതി. എന്താണ് ത്രിത്വമെന്നും എന്താണ് ദൈവം എന്നും കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ അത് ഏറ്റവും വലിയ ഒരു മാർഗമാണ്. അത് പറയാൻ കാരണം
മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്ന് ബൈബിൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ബൈബിളിൽ നമ്മളിങ്ങനെയാണ് കാണുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലാണ് അത് വായിക്കുന്നത്. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അത് അത്രയും മതി, ബാക്കി ഭാഗം വായിക്കണ്ട. ആ വചനത്തിൽ തന്നെ ഒരുപാട് ഭാഗമുണ്ട്, അതൊന്നും നമുക്ക് ഇവിടെ ഒരു വിഷയമല്ല. അപ്പോൾ ദൈവം എന്താണ് ചെയ്തത്? ദൈവം ചെയ്തത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ സൃഷ്ടിച്ചു. അവർക്ക് ഭൂമിയിലെ മറ്റ് ജീവികളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ എന്നുകൂടി അവിടെ വ്യക്തമാക്കിക്കൊണ്ടാണ് അത് ചെയ്തത്. അപ്പോൾ ഛായ, സാദൃശ്യം, ഒന്ന് ഇമേജ് എന്നാണ് അതിൻ്റെ ഒരു വാക്ക്. ഇമേജ്, ഛായ, സാദൃശ്യം. ഈ സാദൃശ്യവും ഛായയും തമ്മിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും ചില വ്യത്യാസങ്ങളുണ്ട്. സാദൃശ്യം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന, ദൃശ്യമാകുന്ന ആ ഒരവസ്ഥ. ഇനി ഛായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇമേജാണ്. ആ ഛായ അത് നമ്മൾ മുഴുവനായിട്ട് കാണുന്ന അവസ്ഥ മാത്രമല്ല, അവൻ്റെ ഒരു വ്യക്തിയുടെ ഇമേജ്, അവൻ്റെ ഇമേജ് കൂടി, അവൻ്റെ ഇമേജ് വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ ബാഹ്യമായ സൗന്ദര്യം വർദ്ധിച്ചു എന്നല്ല. അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അവൻ്റെ ഔന്നത്യമുണ്ടായി എന്നുള്ളത് ആ ഒരു അർത്ഥത്തിലാണല്ലോ. അവൻ്റെ ഇമേജ് വർദ്ധിച്ചു, ആ പ്രവൃത്തി കൊണ്ട് അവൻ്റെ ഇമേജ് കുറേ കൂടി വർദ്ധിച്ചു എന്നൊക്കെ നമ്മളിങ്ങനെ പ്രയോഗിക്കാറുണ്ട് വാക്കുകൾ. അപ്പോൾ എന്താണ് ഇവിടെ? ആ വ്യക്തിയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ ആ വ്യക്തി ആയിരിക്കുന്ന മുഴുവൻ അവസ്ഥ, അത് ബാഹ്യമായ രൂപം മാത്രമല്ല. ആ ബാഹ്യമായ രൂപം അതിനകത്തൊരു ഭാഗം മാത്രമാണ്, വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. പക്ഷേ സാദൃശ്യത്തിലുള്ളത് ബാഹ്യമായത് മാത്രമാണ്. എന്നാൽ ഈ ഇമേജ്, ഛായയിലുള്ളത് ബാഹ്യമായത് മാത്രമല്ല, അവൻ്റെ അന്തസത്ത കൂടി അതിനകത്തുണ്ട്. എന്താണ് സത്ത? അത് മനുഷ്യന് ദൈവം തൻ്റെ ഛായ നൽകി എന്ന് പറഞ്ഞാൽ താനായിരിക്കുന്ന അവസ്ഥ എന്തോ അത് മനുഷ്യന് നൽകി. അത് മനുഷ്യന് നൽകിയിട്ടാണ് സൃഷ്ടിച്ചത്. മനുഷ്യനെ ദൈവം മരണമില്ലാത്തവനായിട്ടാണ് സൃഷ്ടിച്ചത്. അതായത് ദൈവികമായ അവസ്ഥകൾ തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ മനുഷ്യന് ഛായ നൽകുക എന്ന് പറഞ്ഞാൽ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി. ഇപ്പം മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു വേറിട്ട അവസ്ഥയാണ്. അതായത് മൃഗങ്ങളിൽ നിന്നൊക്കെ വേറിട്ട ഒരു അവസ്ഥ. മനുഷ്യൻ പല വർണ്ണങ്ങളിലുണ്ട്. കറുത്ത ആളുകളുണ്ട്, വെളുത്ത ആളുകളുണ്ട്, വിരൂപരായവരുണ്ട്. ചിലർക്ക് മീശയില്ലാത്തവർ, ജന്മന തന്നെ മീശ ഉണ്ടാവില്ലാത്ത പുരുഷന്മാരുണ്ട്. ഒരിക്കൽ പോലും അവരുടെ ഹോർമോണിൻ്റെ പ്രത്യേകത കൊണ്ട് അവരുടെ വാർദ്ധക്യത്തിലും അവർ മീശയില്ലാത്തവരായിട്ട് ആയ ആളുകളുണ്ട്. അങ്ങനെ പല പല രീതിയിൽ മനുഷ്യരുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും മനുഷ്യരെ കാണുമ്പം എല്ലാവരും മനുഷ്യർ എന്നാണ് പറയുന്നത്. അതൊരു അവൻ്റെ സാദൃശ്യം, അവൻ്റെ ആകൃതി എന്ന് പറയുന്നത് മനുഷ്യനാണ്. ആ ആകൃതി നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്, ദൈവത്തിൻ്റെത്. അതുപോലെ അവൻ്റെ സത്തയും മനുഷ്യന് നൽകിയിട്ടുണ്ട്. ആ സത്ത എന്താണ്? ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. അത് മനുഷ്യൻ്റെ ശരീരം, ആത്മാവ്, മനസ്സ് എന്ന 3 അവസ്ഥകൾ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നതാണ്. മനുഷ്യന് മനസ്സുണ്ട്, ശരീരമുണ്ട്, ആത്മാവുണ്ട്. മറ്റ് ജീവികൾക്കൊക്കെ ഈ ആത്മാവ് ഇല്ല. മനസ്സുണ്ടാകാം, ശരീരം ഉണ്ടാകാം. എന്നാൽ അതൊന്നും 3 അവസ്ഥകളില്ല. ഈ 3 അവസ്ഥകളോട് കൂടി ഉള്ള ഒരു വ്യക്തി ആണ് ത്രിത്വം. മനസ്സും ശരീരവും ആത്മാവും ആണ് ത്രിത്വം. ദൈവം ത്രിത്വമാണ്. എന്നാൽ ദൈവത്തിന് 3 ഈ മനസ്സും ശരീരവും
ആത്മാവും ഉണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. ദൈവത്തിൻ്റെ ഛായയിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ത്രിത്വത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം. ദൈവത്തിന് മനസ്സുണ്ട്. അതാണ് യേശുവ പലപ്പോഴും പറയുന്നത്, എനിക്ക് സ്വമേധയ ഒന്നും ചെയ്യാൻ കഴിയില്ല, പിതാവ് എന്നോട് കൽപ്പിക്കുന്നത് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് പറയുമ്പോൾ അവിടെ വളരെ സ്പഷ്ടമാകുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ ബോഡിക്ക് സ്വമേധയ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ മനസ്സ് നമ്മളോട് കൽപ്പിക്കുന്നത്, അതായത് ബ്രെയിൻ നമ്മളോട് കൽപ്പിക്കുന്നത് മാത്രമാണ്, ആ ബ്രെയിൻ്റെ കമാൻഡിങ് അനുസരിക്കുന്ന ഒരു ആജ്ഞാനുവർത്തി മാത്രമാണ് ശരീരം. അപ്പോൾ ശരീരം പ്രവർത്തിക്കുന്നത് തല നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്. അതായത് ഇച്ഛ, ശിരസ്, അത് വില്ല്, ഈ ഒരു മനുഷ്യൻ്റെ ഇച്ഛ, അതാണ് യേശുവ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന സമയത്തൊക്കെ പറയുന്നത്, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ, ഇച്ഛ അനുസരിച്ച് പിതാവ് എന്നോട് ആജ്ഞാപിക്കുന്നു, അവിടുത്തെ ഇഷ്ടം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുക, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുക, അവിടെ നിന്ന് എന്തോ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുക. അതാണ് യേശുവയുടെ പ്രവർത്തന രീതി ഈ 33 വർഷക്കാലവും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ മൈൻഡ് ബോഡിയോട് കൽപ്പിക്കുന്നതാണ് ബോഡി പ്രവർത്തിക്കുന്നത്. അത് മനുഷ്യൻ്റെ അവസ്ഥയിലും മനുഷ്യനോട് മനസ്സ് ആജ്ഞാപിക്കുമ്പോഴാണ്, അതനുസരിച്ചാണ് ശരീരം പ്രവർത്തിക്കുന്നത്. ഈ ശരീരത്തെയും മനസ്സിനെയും ചേർത്ത് നിർത്തിയിരിക്കുന്നതാണ് ആത്മാവ്. ഈ ശരീരവും ആത്മാവ് വിട്ടുപോയാൽ മനസ്സിന് ശരീരത്തെ ഒന്നും നിയന്ത്രിക്കാൻ കഴിയില്ല. അത് താറുമാറായി, മൊത്തം സ്പ്ലിറ്റായി, മൊത്തത്തിലൊന്ന് ചെതറിപ്പോയി. അത് ആത്മാവ് മാറിക്കഴിഞ്ഞാൽ ശരീരവും മനസ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നിലച്ചു. അപ്പോൾ ആത്മാവിന് വേറിട്ട് നിൽക്കാനായിട്ടുള്ള ശേഷി നമ്മളുടെ ശരീരത്തിൽ നമ്മൾ ജീവനോടെ ആയിരിക്കുമ്പോൾ സാധിക്കുന്നതല്ല. അതാണ് ആത്മാവ് വിട്ടുപോകുന്ന വ്യക്തി ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണം. അപ്പോൾ എന്നാൽ ദൈവത്തിന് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാധ്യത ദൈവത്തിൻ്റെ മുമ്പിലുണ്ട്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ദൈവത്തിന് തൻ്റെ ആത്മാവിനെ ഒരേ സമയം അനേകർക്കായിട്ട് പങ്കുവെച്ച് നൽകാൻ കഴിയും. ഒരു വ്യക്തിയുടെ ആത്മാവിനെ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയില്ല. അവൻ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയിൽ പ്രവേശിക്കാൻ കഴിയില്ല. അതേസമയം അവൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ദുരാത്മാക്കളൊക്കെ പ്രവർത്തിക്കുന്നത് പോലെ മറ്റ് വ്യക്തികളുടെ മേലെ ആ ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയും. എന്നാൽ അതിന് ലിമിറ്റൊക്കെ ഉണ്ട്, അതിന് പരിധികളും ഒക്കെ ഉണ്ട്. അപ്പം എന്നാലും അത് സാധ്യമാണ്. എന്നാൽ ഒരുവൻ ജീവിച്ചിരിക്കെ അവൻ്റെ ആത്മാവിനെ മറ്റൊരാളുടെ മേൽ പ്രവേശിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ എന്നാൽ ദൈവത്തിന് ഇത് സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവിനെ ഒരേ സമയം അനേകർക്ക് വ്യത്യസ്തമായ ദാനങ്ങളും അനുഗ്രഹങ്ങളുമായിട്ട് ഓരോരുത്തരിലേക്കും ചൊരിയാനായിട്ട് കഴിയും. ആത്മാവിനെ പങ്കുവെച്ച് നൽകാൻ കഴിയും. അതുപോലെ ശരീരം പങ്കുവെച്ച് നൽകാൻ കഴിയും. ഈ ശരീരം പങ്കുവെച്ച് നൽകിയതാണല്ലോ നമുക്ക് പരിശുദ്ധ കുർബാനയായിട്ട് ലഭിച്ചിരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ബോഡിയാണ് നമുക്ക് ഭക്ഷിക്കാനായിട്ട് യോഗ്യമായി നമ്മുടെ മുമ്പിൽ വന്നത്, ജീവനുള്ള അപ്പമായിട്ട് നമുക്ക് വന്നത്. അപ്പോൾ ദൈവം ആത്മാവും ശരീരവും മനസ്സും ചേരുന്നതാണ്. അത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ദൈവം. അതുകൊണ്ട് യേശുവ പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അതായത് ബോഡിയാണ്. എനിക്കിപ്പോൾ എൻ്റെ മനസ്സ്, അല്ലെങ്കിൽ നമ്മളിൽ ഓരോരുത്തരും വ്യക്തിപരമായി ചിന്തിച്ചാൽ അവരുടെ മറ്റുള്ളവർക്ക് ദൃഷ്ടിഗോചരമായിരിക്കുന്നത് എന്താണ്? അവൻ്റെ ബോഡി മാത്രമാണ്. അവൻ്റെ മനസ്സാർക്കും കാണാൻ കഴിയില്ല. അതുപോലെ ആത്മാവിനെയും ആർക്കും കാണാൻ കഴിയില്ല. കാണാൻ കഴിയുന്നത് എന്താണ്? ബോഡിയാണ്. അപ്പോൾ യേശുവായെ കാണുമ്പോൾ മാത്രമാണ് പിതാവിനെ നമ്മൾ കാണുന്നത്. ഇത് അറിയണമെങ്കിൽ നമ്മൾ കുറേ പിന്നോട്ട് പോകണം. അത് മോശയുടെ നിയമഗ്രന്ഥങ്ങളിലേക്കാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. അപ്പോൾ അവിടെ പറയുന്നത് ഒരു കാര്യമുണ്ട്. നിയമാവർത്തന പുസ്തകം 4:12 എന്താണെന്ന് നോക്കാം. അപ്പോൾ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് യാഹ്വേ നിങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം,
രൂപം കണ്ടില്ല. നിയമാവർത്തന പുസ്തകം 4:12. ദൈവത്തിൻ്റെ രൂപം ഇസ്രായേൽ ജനത്തിന് കാണിച്ചു നൽകിയില്ല, പകരം ശബ്ദമാണ് കേട്ടത്. ഇനി അത് വിഗ്രഹാരാധനയെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിന് വേണ്ടി ആണ് അത്രയും കാര്യം സൂചിപ്പിച്ചത്. അതിനുശേഷം അതറിയണമെങ്കിൽ 4-ാമത്തെ അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലേക്കും കൂടെ ഒന്ന് കടന്നു പോയാൽ മതി. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ. ഹോറബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് യാഹ്വേ നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ, പുരുഷൻ്റെയോ സ്ത്രീയുടെയോ, ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെയോ, ആകാശത്തിലെ ഏതെങ്കിലും പറവയുടെയോ, നിലത്തെഴിയുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ, ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹങ്ങളുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ നിയമം നൽകിയപ്പോൾ പറഞ്ഞതാണ്, അവിടുത്തെ ശബ്ദം മാത്രം കേട്ട സ്ഥിതിക്ക് ആ ശബ്ദമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ആ ശബ്ദം കേട്ടു, എന്നാൽ രൂപം കണ്ടില്ല. രൂപം കാണാത്തത് കൊണ്ട് നിങ്ങൾക്ക് രൂപം ഉണ്ടാക്കാനുള്ള അവകാശമില്ല. അങ്ങനെ ചെയ്യുന്നത് മാരകപാപമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രൂപം നമ്മൾ ഭാവനയിൽ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. ഇതുതന്നെയാണ് നമ്മളോടും സംസാരിക്കുന്നത് ദൈവം. ഇവിടെ പീലിപ്പോസിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി യേശുവ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ നമ്മൾ രൂപം കണ്ടു. രൂപം കാണുന്നവരെയും ആ രൂപം നമുക്ക് ഭാവനയെപ്പോലും കാണാനായിട്ടുള്ള അവകാശം നമുക്കില്ലായിരുന്നു. എന്നാൽ രൂപം നമ്മൾ കണ്ടതോടുകൂടി ആ നിയമത്തിൻ്റെ പ്രാബല്യം അവസാനിക്കുകയാണ്. എന്നാൽ കാണാത്ത രീതിയിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ കണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ ആരാധിക്കുന്ന സാഹചര്യം പാടില്ല. അതായത് ത്രിത്വത്തിൻ്റെ പടം വരയ്ക്കുന്നത് 1-ാം പ്രമാണ ലംഘനമാണ്. അതായത് ഒരു വയസ്സ് എന്ന് പടുകിളവനായ, മറ്റുള്ളവൻ്റെ പരസഹായത്തോടു കൂടി ജീവിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു കിളവനായ ഒരു കാർന്നവരെയും ഒരു ചെറുപ്പക്കാരനെയും ഒരു പ്രാവിനെയും വരച്ച് വെച്ച് മനുഷ്യനെ വഞ്ചിക്കുന്ന ഇത്തരം കൂടോത്രങ്ങൾ നമ്മളുടെ ഇടയിൽ പാടില്ല. അത് 1-ാം പ്രമാണത്തിനെതിരെയുള്ള ലംഘനമാണ്. കാരണം അങ്ങനെ ഒരു ദൈവം അത് ഭാവനയിലുണ്ടാക്കിയ ദൈവമാണ്. അത് ദൈവവചന വിരുദ്ധമായതുകൊണ്ട് അത്തരം സന്ദേശങ്ങൾ വിവരമില്ലായ്മയുടേതായ കാലഘട്ടങ്ങളിൽ പലരും പ്രചരിപ്പിച്ചിട്ടുണ്ടാവാം. അതിനെ ആ അജ്ഞതയുടെ കാലഘട്ടം കഴിഞ്ഞു. ഈ അറിവ് ലഭിച്ചതോടുകൂടി ഇനി അജ്ഞതയുടെ കാലഘട്ടമാണെന്ന് ആർക്കും വാദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് നമ്മളത് ലൈക്ക് ചെയ്യുകയോ അത് ഷെയർ ചെയ്യുകയോ ചെയ്യുമ്പോൾ പോലും നമ്മൾ അവരുടെ തിന്മയിൽ കൂട്ടാളികളാവുകയാണ്. അതുവഴി നമ്മൾ വളരെ നിസ്സാരമായി തന്നെ നമ്മളുടെ മേൽ ശാപം വലിച്ച് കയറ്റിവയ്ക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അപ്പോൾ എന്താണ് ത്രിത്വം? ത്രിത്വം എന്ന് പറഞ്ഞാൽ ഏകത്വത്തിൽ ഒന്നെന്നോ അല്ലെങ്കിൽ ആളത്വത്തിൽ 3 അങ്ങനെയൊക്കെ പറയേണ്ട ഈ പ്രതിക്രിയ വാചകങ്ങളിലൂടെയോ അല്ലെങ്കിൽ കൊളോണിയലിസ്റ്റ് ചിന്താധാരകളിലൂടെയോ ഒന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. വളരെ സിമ്പിളാണ്. മനുഷ്യൻ എന്തായിരിക്കുന്നുവോ അതാണ് ത്രിത്വം. അതുതന്നെയാണ് ദൈവത്തിൻ്റെ ഛായ. ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ ദൈവം ആകൃതിയിൽ മനുഷ്യനെ പോലെ. നമ്മൾ കറുപ്പാവാം, വെളുപ്പാവാം, താടിയുള്ളവനാവാം, മുടിയുള്ളവനാവാം, കഷണ്ടിയാവാം, കാലിന് മുടന്തുള്ളവനാകാം. എന്നിരുന്നാലും പൊതുവെ അവനെല്ലാവരും മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. അവന് ആകൃതിയിൽ അവൻ മനുഷ്യനാണ്. അതാണ് ആകൃതി, സാദൃശ്യം എന്ന് പറയുന്നത്. ഛായ എന്ന് പറയുന്നത് അവൻ്റെ സത്തയാണ്. അവൻ ത്രിത്വമായിരിക്കുന്നതാണ് അവൻ്റെ ഛായ. അവൻ്റെ ഇമേജാണത്. അവൻ്റെ അത് വിശദമായ പഠനങ്ങളിലേക്ക് പോകേണ്ട സമയത്ത് അത് നമുക്ക് പോകാം. അപ്പോൾ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തെപ്പോലെ തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇനി ഒരു കാര്യം കൂടി ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഈ പഠനത്തിൻ്റെ തൽക്കാലത്തേക്ക് ചുരുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യങ്ങളും ചോദ്യാവലികളും ഒക്കെ ഉണ്ടാകാം. അതിനുള്ള ഉത്തരങ്ങളിലേക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ മുഖം തിരിക്കുകയില്ല.
കൃത്യമായ ഉത്തരങ്ങൾ നൽകാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുന്നിലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുവ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടപ്പോൾ പിതാവ് പുത്രൻ എന്ന് പറയുന്നത് രണ്ടും രണ്ടല്ലേ എന്ന ഒരു ചോദ്യം, അതിൻ്റെ ഉത്തരമാണ് ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. യേശുവായെ ദൈവപുത്രൻ എന്ന് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആദ്യജാതൻ എന്ന് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഏകജാതൻ എന്ന് പറയുന്നുണ്ട്, ദൈവപുത്രൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ശരിയാവും? ദൈവം പിതാവായ ദൈവമുണ്ട്, പുത്രനായ ദൈവം വേറെയുണ്ട് എന്നതല്ലേ അതിനകത്ത് അർത്ഥമാക്കുന്നത് എന്ന ചോദ്യം ഉയരാം. അപ്പോൾ അവിടെ കൃത്യമായി മറുപടി ഇത്രയേ ഉള്ളൂ: ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. എന്നാൽ സ്വർഗവാസികളെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അത് അറിയണമെങ്കിൽ ബൈബിളിലെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ നോക്കിയാൽ മതി. സ്വർഗത്തിലെ ദൂതന്മാർ ദൈവപുത്രന്മാർ തന്നെയാണ്. ഇനി പാപം ഇല്ലാത്തവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ജന്മപാപം ഇല്ലാത്തവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ആദം ദൈവത്തിൻ്റെ പുത്രനായിരുന്നു എന്നാണ് ഞാനിവിടെ പറയുന്നത്. അതിൻ്റെ കാരണം ആ പുത്രസ്ഥാനം നഷ്ടപ്പെടുത്തിയ ഒരു പുത്രനായിരുന്നു ആദം. കാരണം ബൈബിളിൽ വംശാവലി ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ അവസാനം അബ്രാഹത്തിൻ്റെ സന്തതി ഇസ്ഹാക്ക് ഇങ്ങനെ പറയുമ്പോൾ ഇന്നവരെ ജനിപ്പിച്ചു, ഇന്നവരായിരുന്നു ഇന്നയാളുടെ പിതാവ്, അങ്ങനെയൊക്കെയാണല്ലോ വംശാവലി ചരിത്രം പറയുന്നത്. ഇസ്ഹാക്കിൻ്റെ പിതാവ് അബ്രാഹമായിരുന്നു. അങ്ങനെ പറയുമ്പോൾ അവസാനം ആദത്തിൻ്റെ ഭാഗത്ത് കഴിയുമ്പം അവൻ ദൈവത്തിൽ നിന്നുണ്ടായി എന്നാണ് പറയുന്നത്. ദൈവമാണ് അവനെ സൃഷ്ടിച്ചത്. അവനെ ജനിപ്പിച്ചവൻ ആരാണ്? ദൈവമാണ് അവൻ്റെ പിതാവ്. ദൈവം പിതാവായിട്ടാണ് അവനെ ആദത്തെ സൃഷ്ടിച്ചത്. എന്നാൽ ആ പൈതൃകത്തിൽ നിന്ന് ഇവൻ തൻ്റെ പാപം വഴി വിച്ഛേദിക്കപ്പെടുകയാണ്. ആ വിച്ഛേദിക്കപ്പെട്ട ആ വ്യക്തി മൂലം മനുഷ്യകുലം മുഴുവൻ ആ വിച്ഛേദനത്തിൻ്റെ ഭാഗമായി. ഒരാൾ പുറത്താക്കി, ഇപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് ഒരാൾ പുറത്താക്കിയാൽ അയാൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി ജീവിക്കും, അവന് സന്തതികൾ ജനിക്കും. അവനൊരിക്കലും ഈ രാജ്യക്കാരനല്ല. അപ്പോൾ അവൻ എവിടെയാണോ സന്തതികളെ ജനിപ്പിച്ചത് അവിടെയാണ്. അതുപോലെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന പദവിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു വ്യക്തി പിന്നീട് ജനിപ്പിച്ച മക്കളൊന്നും ദൈവമക്കളല്ല, അവൻ്റെ മക്കളാണ്. ദൈവമക്കൾ എന്ന അവസ്ഥ വരുന്നത് വീണ്ടും ആദ്യത്തെ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ. അതിന് ഒരു ചാൻസാണ് നമ്മൾക്ക് മുമ്പിൽ വച്ചിരിക്കുന്നത്. അത് ജന്മപാപമില്ലാതെ ഈ ഭൂമിയിലേക്ക് വന്ന ആദം പോലെ തന്നെ രണ്ടാമതൊരു ആദം ഈ ഭൂമിയിലേക്ക് വരികയാണ്. ജന്മപാപമില്ലാതെ മനുഷ്യൻ്റെ രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി കടന്നു വന്ന യേശുവ ദൈവം ആയിരുന്ന യേശുവ ദൈവികത പരിഗണിക്കാതെ മനുഷ്യപുത്രനായി ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴും ആദം മനുഷ്യപുത്രനായി ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എപ്രകാരം ദൈവപുത്രനായിരുന്നുവോ അതുപോലെ തന്നെയാണ് യേശുവായും ദൈവപുത്രനായിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യാസമില്ല. കാരണം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വരുന്ന ഒരു വ്യക്തി മരണമുള്ളവനാണ്. യേശുവ മരണമുള്ളവനായിട്ട് ജനിക്കപ്പെട്ടത് ആദം സന്തതികളിൽ ഒരുവൻ്റെ രൂപത്തിൽ വന്നതുകൊണ്ടാണ്. എന്നാൽ ആദം സൃഷ്ടിക്കപ്പെട്ടത് മരണമില്ലാത്തവനായിട്ടായിരുന്നു. എന്നാൽ യേശുവ സൃഷ്ടിക്കപ്പെട്ടത് മരണത്തെ തോൽപ്പിക്കാൻ വേണ്ടി മരണത്തെ വരിക്കുന്നവനായിട്ടാണ് യേശുവ ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ ആദം മരണമില്ലാത്തവനായി സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ മരണം എന്ന അനിവാര്യതയെ പുൽകേണ്ടതിന് വേണ്ടി ആ അനിവാര്യതയ്ക്ക് വേണ്ടി യേശുവ കടന്നു വന്നു. ആ യേശുവ ഈ ഭൂമിയിൽ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പാപം ചെയ്യാതെ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുവോ, അതായത് ജന്മപാപമില്ലാതെ സൃഷ്ടിക്കപ്പെട്ട യേശുവ കർമ്മപാപവും ഇല്ലാതെ നിലനിന്നതുവഴി തൻ്റെ പുത്രത്വം സ്ഥിരപ്പെടുത്തി. അതായത് തന്നിലൂടെ എല്ലാവർക്കും പുത്രനാകാനായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് അവൻ വളർത്തി. മനുഷ്യർ പാപം ചെയ്ത്
ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നിന്ന് വിട്ടുപോയപ്പോൾ തിരികെ ആ പദവിയിലേക്ക് തിരികെ മനുഷ്യനെ നടത്താൻ വേണ്ടി യേശുവ മുഖാന്തിരമായി. യേശുവായിൽ വിശ്വസിക്കുന്ന എല്ലാവരും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ മക്കളാണ്. ഈ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗം ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാം. ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണ് എന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്വർഗത്തിലെ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ആദം വഴി നഷ്ടപ്പെട്ടു പോയ ആ ദൈവപുത്ര സ്ഥാനം മനുഷ്യനെ എങ്ങനെ വീണ്ടും സ്വീകരിക്കാൻ കഴിയുന്നു? അത് യേശുവായി സ്വീകരിക്കുന്നത് വഴിയാണ്. ഇതാണ് വചനം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അതായത് ഇല്ലാതിരുന്നൊരു സംഭവം കൊടുക്കുമ്പോഴാണല്ലോ കഴിവ് നൽകുക എന്ന് പറയുന്നത്. മുൻപേ അവനായിരുന്നില്ല, അങ്ങനെ ദൈവമക്കളായിരുന്നില്ല. എന്നാൽ ദൈവമക്കളാകാൻ കഴിവ് നൽകുകയാണ് ചെയ്തത്. അത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ തന്നെയാണ് അത് പറയുന്നത്. മനുഷ്യർക്കെല്ലാവർക്കും യേശുവായിലുള്ള വിശ്വാസം വഴി, യേശുവായെ സ്വീകരിക്കുന്നത് വഴി ദൈവമക്കളാകാനായിട്ടുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ദൈവപുത്രൻ എന്ന് നമ്മളെ തന്നെ വിളിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന് ബോധ്യം എനിക്കുണ്ടെങ്കിൽ, ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്നാനത്തിൻ്റെ പ്രതിജ്ഞയിൽ ഞാൻ നിലനിൽക്കുന്നെങ്കിൽ ആ സമയത്തൊക്കെയും ആ കാലത്തൊക്കെയും ഞാൻ ദൈവമകൻ തന്നെയാണ്, ദൈവ പൈതലാണ്. അപ്പോൾ ദൈവപുത്രൻ എന്നുള്ള ആ സംബോധനയെ വേറെ രീതിയിൽ ധരിക്കേണ്ട കാര്യമില്ല. ഇനി തെറ്റിദ്ധാരണ ജനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചിന്തകൾ, അതായത് അതിനെ വ്യാഖ്യാനിക്കുന്നതിലെ തെറ്റുകൾ കൊണ്ടുവരുന്നു. അത് വായിക്കാം. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. അത് ഈ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ വായിക്കുന്നതും കൂടെ ഒന്ന് കേൾക്കാം, കാരണം അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അതിൽ പറയുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. അപ്പോൾ രണ്ട് ബൈബിളിലെ ചെറിയ വ്യത്യാസമാണ്. ഒന്ന് പിതാവിൻ്റെ മടിയിലിരിക്കുന്ന. ഈ മടിയിലിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ പിള്ളേരെ മടിയിലിരുത്തുന്ന ഒരവസ്ഥയല്ല. അതറിയണമെങ്കിൽ യഹൂദർ മരണാനന്തര ജീവിതം എന്നത് അബ്രാഹത്തിൻ്റെ മടിയിൽ എന്നാണ്. അതായത് അബ്രാഹത്തോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു അർത്ഥമാക്കുന്നത്. അബ്രാഹം വിശ്വാസികളുടെ പിതാവാണ്. അബ്രാഹം എവിടെയായിരിക്കുന്നോ ആ അവസ്ഥയിലായിരിക്കുക എന്നുള്ളത് ഒരു ശ്രേഷ്ഠതയായി യഹൂദജനം പരിഗണിച്ചിരുന്നു. അതുകൊണ്ട് അബ്രാഹത്തോട് കൂടെ ഇരിക്കുക എന്നുള്ളതാണ് മടിയിലിരിക്കുക എന്നതിൻ്റെ അർത്ഥം. അപ്പം ദൈവത്തോട് കൂടിയിരിക്കുക, അതാണ് പറഞ്ഞത്. ഞാൻ പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലും ആണെന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടിയിരിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക. അതായത് ഞാൻ എൻ്റെ ആത്മാവും ശരീരവും മനസ്സും ചേർന്നിരിക്കുന്നത് പോലെ ആ ചേർന്നിരിക്കുന്ന ആ പുത്രൻ, അതായത് യേശുവ ഈ ഭൂമിയിൽ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവത്തെയാണ് വെളിപ്പെടുത്തിയത്. ത്രിത്വം എന്താണെന്നാണ് വെളിപ്പെടുത്തിയത് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഈ പഠനത്തിൻ്റെ ആദ്യഘട്ടം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇനി ചോദ്യങ്ങളിലൂടെ നമുക്ക് ഇതിൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഇതിൻ്റെ എന്തെങ്കിലും രീതിയിലുള്ളൊരു പ്രതികരണം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രതികരണത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇനിയും ഏറെ വചനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കപ്പെടാനുണ്ട്, അത് വെളിപ്പെടുത്താനുണ്ട്. അതിലേക്ക് നമുക്ക് കടന്നു പോകാം. ഇതുവരെയും കേട്ട ഭാഗങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് അതിനെ വ്യക്തതയോട് മനസ്സിലായിട്ടില്ല എങ്കിൽ അത് മനസ്സിലാക്കി തരാനായിട്ട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ അതിൽ നിന്ന് വിരമിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഇത് കേൾക്കുക. എന്നും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവയുടെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ശരീരവും ആത്മാവും മനസ്സും, അതാണ്
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവം എന്നും ജീവിക്കുന്നതിനായ യേശുവയുടെ നാമം മഹത്വപ്പെടട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കാൻ പോകുന്നത്. പ്രധാനമായി ഉയർന്നു വന്ന ചോദ്യം ഇതാണ്: യേശുവ ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവയെ ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അത് മനുഷ്യനായിരിക്കുന്ന പരിപൂർണ മനുഷ്യനായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് യേശുവയെ ദൈവപുത്രൻ എന്ന് വിളിച്ചതും ദൈവപുത്രൻ എന്ന് വിളിച്ചപ്പോൾ അതിനെ എതിർക്കാൻ യേശുവ തയ്യാറാകാത്തതും എന്താണ് ഇതാണ് ചോദ്യം. ഇവിടെ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമല്ല. മനുഷ്യർക്ക് അസാധ്യമാണ്, മനുഷ്യൻ എന്നാൽ ദൈവത്തിന് സാധിക്കും എന്നാണല്ലോ നാം വ്യക്തമായും ബൈബിളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു വ്യക്തി പാപത്തിലല്ലാതെ ജനിക്കുമ്പോൾ ആ വ്യക്തി ദൈവപുത്രനാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആദത്തിൻ്റെ സൃഷ്ടി. ആദം മനുഷ്യനിൽ നിന്നല്ല ജനിച്ചത്. അതുകൊണ്ട് തന്നെ ആദം മനുഷ്യനാണെങ്കിൽ പോലും ആദം മനുഷ്യപുത്രനല്ല, ആദം ദൈവപുത്രനാണ്. ഇവിടെ മനുഷ്യനായിട്ടുള്ളവരൊക്കെ ആയിരിക്കെ തന്നെ മനുഷ്യപുത്രനും കൂടിയാണ്. മനുഷ്യപുത്രൻ എന്ന് വിളിക്കപ്പെടാം. കാരണം മനുഷ്യനിൽ നിന്നാണ് ഇവിടെ ഓരോ മനുഷ്യരും ഉണ്ടായിട്ടുള്ളത്. അവരുടെ ജനനം മനുഷ്യരിൽ നിന്നാണ്. എന്നാൽ ആദത്തിൻ്റെ ജനനം മനുഷ്യനിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവൻ ദൈവപുത്രനാണ്. എന്നാൽ അവൻ പാപം വഴി ആദം ദൈവപുത്രസ്ഥാനം നഷ്ടപ്പെടുത്തി മനുഷ്യൻ എന്ന ആ പദവിയിലേക്ക് ചുരുങ്ങി. പിന്നീട് ആദത്തിൻ്റെ സന്തതികളൊക്കെ മനുഷ്യപുത്രന്മാരായിരുന്നു, മനുഷ്യനായിരുന്നു. ആ മനുഷ്യരായ അവർക്ക് ദൈവപുത്രസ്ഥാനം നഷ്ടപ്പെട്ടത് ആദം വഴിയാണ്. ഈ പുത്രസ്ഥാനം യേശുവയിലൂടെ പുനഃസ്ഥാപിക്കപ്പെടുക എന്നതായിരുന്നു ദൈവികമായ ദൗത്യം. ദൈവം താൻ ദൈവമായിരിക്കെ ദൈവവുമായിട്ടുള്ള ആ അവസ്ഥ കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് ഈ ഭൂമിയിൽ മനുഷ്യനായി, പരിപൂർണ മനുഷ്യനായി കടന്നു വന്നു. ബൈബിളിലെ വചനം ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണ ഉള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവായുടെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, പരിപൂർണ മനുഷ്യനായിട്ടാണ് യേശുവ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. കുരിശുമരണം വരെയും അങ്ങനെ തന്നെയായിരുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ കുരിശുമരണം വരെ യേശുവ മനുഷ്യനായിരിക്കുകയും എന്നാൽ കുരിശു മരണശേഷം ഉയർത്തെഴുന്നേറ്റ യേശുവ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് പുനഃപ്രവേശിക്കുകയും ചെയ്തു. അങ്ങനെ ആദിയിൽ ആയിരുന്നത് പോലെ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകലത്തിൻ്റെ മേലും അധികാരിയായി യേശുവ വീണ്ടും നിയുക്തനായി. ഇതാണ് യേശുവ മനുഷ്യനായി കടന്നു വരികയും തിരികെ ദൈവികതയിലേക്ക് പുനഃപ്രവേശനം നടത്തുകയും ചെയ്തതിലെ സാങ്കേതികത്വം. ഒരു വെളിപ്പെടുത്തൽ കൂടി ശ്രദ്ധിക്കുക. മരണത്തെ ആശ്ലേഷിക്കാനായി
ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായ യേശുവ മരണത്തിന് അധീനനാവുകയും മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടം അണിഞ്ഞവനായി കാണപ്പെടുകയും ചെയ്തു. ഇവിടെ ഇത് ഹെബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിലാണ് നാം വായിക്കുന്നത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായി യേശുവ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ദൈവദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായി വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിപൂർണ മനുഷ്യനായിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് തന്നെയാണ്. ദൈവമായിട്ടാണ് വന്നിരുന്നതെങ്കിൽ ദൂതന്മാരെക്കാൾ ഒരു പടി പോലും താഴെ ആവാനായിട്ടുള്ള സാധ്യതയില്ല എന്ന് മാത്രമല്ല, ഈ ദൂതന്മാർ ആജ്ഞാനുവർത്തികളാണ്. ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാനായിട്ട് ചുമതലപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ യേശുവ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി കടന്നു വന്നു എന്ന യാഥാർത്ഥ്യം ബൈബിൾ വളരെ വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മളുടെ അറിവിലേക്കായിട്ടാണ്. അങ്ങനെയെങ്കിൽ ഈ യേശുവ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടത് എങ്ങനെ? യേശുവ ഉയർത്തെഴുന്നേറ്റ യേശുവയെക്കുറിച്ച് അപ്പസ്തോലനായ പൗലോസ് ദൈവപുത്രൻ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. ദൈവപുത്രൻ എന്ന് പറയുന്നത് സ്വർഗത്തിൽ ദൈവം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നുണ്ട്, സ്വർഗത്തിലേക്ക് കടന്നു പോയതിന് ശേഷം. എന്നാൽ ഭൂമിയിലായിരുന്നപ്പോഴും യേശുവ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട്. യേശുവ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടു എന്നത് യേശുവ ദൈവമായിരുന്നു എന്നതിൻ്റെ തെളിവായി പരിഗണിക്കാൻ കഴിയില്ല. കാരണം ദൈവപുത്രൻ ദൈവമാകണമെന്നില്ല. ഇത് മനുഷ്യപുത്രൻ മനുഷ്യനായിരിക്കുന്നു. ഇനിയിപ്പം മൃഗങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പശുവിൻ്റെ കുട്ടി പശുവായിരിക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്നത് പോലെ അല്ല ഇത്. ദൈവം എന്ന് പറയുന്നത് ഒരുവൻ മാത്രമാണ്. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും ദൈവങ്ങളല്ല, പകരം ദൈവമക്കളാണ്. ദൈവപുത്രൻ എന്ന് പറഞ്ഞാലും അതുതന്നെയാണ്. ഇതിൻ്റെ വ്യക്തമായ തെളിവാണ് ആദം ദൈവത്തിൻ്റെ പുത്രനാണ്, എന്നാൽ ദൈവമല്ല. അതുപോലെ തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മറ്റൊരു ഭാഗം കാണുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണ് എന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ ഭാര്യമാരായി സ്വീകരിച്ചു. അപ്പോൾ ദൈവമായ യാഹ്വേ പറഞ്ഞു, എൻ്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല. അവൻ ജഡമാണ്, അവൻ്റെ ആയുസ് 120 വർഷമായിരിക്കും. ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരുമായി ചേരുകയും അവർക്ക് മക്കളുണ്ടാകുകയും ചെയ്തിരുന്ന അക്കാലത്തും പിന്നീടും ഭൂമിയിൽ അതികായന്മാർ ഉണ്ടായിരുന്നു. അവരാണ് പുരാതന കാലത്തെ പ്രസിദ്ധിയാർജിച്ച പ്രബലന്മാർ. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ഇത് കാണുന്നത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവപുത്രന്മാർ. ആരാണ് ഈ ദൈവപുത്രന്മാർ? ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞാൽ സ്വർഗവാസികളാണ്. സ്വർഗത്തിൽ വസിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന പദവി കൂടി അലങ്കരിക്കുന്നുണ്ട്. അത് പിന്നീടുള്ള പല വചനങ്ങളിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാകും. സ്വർഗരാജ്യത്തെക്കുറിച്ച് വ്യക്തമാക്കുമ്പോൾ ദൈവദൂതന്മാർ, ദൈവപുത്രന്മാർ എന്നൊക്കെ ഇവരെ പരസ്പരം മാറി സംബോധന ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ദൈവപുത്രൻ എന്ന് വിളിച്ചു എന്നതുകൊണ്ട് ആരും ദൈവങ്ങളല്ല. സ്വർഗത്തിലെ ദൂതന്മാർ ദൈവമല്ല, എന്നാൽ ദൈവപുത്രന്മാരാണ്. അവർ പാപത്തിൽ ജനിച്ചവരല്ല. ആദം പാപത്തിൽ ജനിച്ചതായിരുന്നില്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്. അപ്പോൾ ആദത്തിന് പാപമില്ല. എന്നാൽ ആദം തെറ്റ് ചെയ്ത് ദൈവപുത്രസ്ഥാനം നഷ്ടപ്പെടുത്തിയത് പാപത്തിലൂടെയാണ്. എന്നാൽ
യേശുവ ഈ ഭൂമിയിലേക്ക് പാപമില്ലാതെ ജനിച്ചു, പാപമില്ലാതെ തന്നെ ജീവിച്ചു. മരണം വരെയും പാപമില്ലാത്തവനായി ജീവിച്ച യേശുവ പൂർണ്ണമായും 33 വർഷക്കാലവും ഇവിടെ മനുഷ്യപുത്രനായിരുന്നത് പോലെ തന്നെ ദൈവപുത്രനുമാണ്. അതുകൊണ്ട് യേശുവായ്ക്ക് ദൈവപുത്രൻ എന്ന പദവി, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടുവെങ്കിൽ യേശുവ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടത് ദൈവമായി പരിഗണിക്കാനായിട്ട് അതിന് ന്യായമില്ല. ആദം ദൈവമെന്ന് വിളിക്കപ്പെടുന്നില്ലാത്തതുപോലെ തന്നെ യേശുവ ഈ ഭൂമിയിൽ ആയിരുന്ന മനുഷ്യനായിരുന്ന സമയത്ത് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടത് ദൈവം എന്ന പരിഗണന വെച്ചുകൊണ്ടല്ല. ഇനി യേശുവയുടെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് പാപമോചനം പ്രാപിച്ച വ്യക്തികളെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണെന്ന് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, ബൈബിൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. യേശുവ വഴിയാണ് ദൈവമക്കളാകാൻ നമുക്ക് കഴിവ് നൽകിയത്. യേശുവയാണ് അവൻ ദൈവമക്കളാകാൻ നമുക്ക് കഴിവ് നൽകിയെന്നാണ് പറഞ്ഞത്. ദൈവമക്കളായി എന്നതുകൊണ്ട് നമ്മളാരും ദൈവങ്ങളാകുന്നില്ല. അതുകൊണ്ട് ദൈവപുത്രൻ എന്ന ഈ വിളിയെ തെറ്റിദ്ധരിക്കുന്നത് ശരിയായ ഒരു അവസ്ഥയല്ല. അതുകൊണ്ട് യേശുവ ഈ ഭൂമിയിൽ 33 വർഷക്കാലം മനുഷ്യനായിരുന്നു എന്നതിനെ ഖണ്ഡിക്കാൻ ഈ ദൈവപുത്രൻ എന്ന വിളി ഒരു കാരണമാകുകയില്ല. ദൈവദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി ഈ ഭൂമിയിലേക്ക് വന്ന യേശുവ മരണാനന്തരം എപ്രകാരമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അവൻ അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവരേക്കാൾ ശ്രേഷ്ഠനാണ്. ഇത് ഹെബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങളിലാണ്. ഇവിടെ വളരെ വ്യക്തമാണ്. മരണം വഴി, അതായത് പാപങ്ങളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതിലുള്ള മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. സ്വർഗത്തിലെ ശ്രേഷ്ഠ പദവിയിലേക്ക് അവൻ ഉയർത്തപ്പെട്ടു. അങ്ങനെ സ്വർഗാരോഹണം ചെയ്ത യേശുവ ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനുമാണ്. എല്ലാ ദൂതന്മാരും ഈ ശ്രേഷ്ഠതയ്ക്ക് മുന്നിൽ പ്രണമിക്കുകയും ചെയ്യും. ഇതാണ് യേശുവായുടെ മനുഷ്യനായിരിക്കുന്ന അവസ്ഥയും ദൈവമായ യേശുവായും തമ്മിലുള്ള വ്യത്യാസം. ഭൂമിയിൽ ആയിരുന്നപ്പോൾ ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനാണെങ്കിൽ സ്വർഗത്തിൽ അവൻ ദൂതന്മാരെക്കാൾ ഉന്നതനും സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഇരിക്കുന്നവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അധികാരിയുമാണ്. ഇവിടെ രണ്ടാമതൊരു ചോദ്യമായി ഉയർന്നത് മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് അല്ലെങ്കിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി എന്ന് പറയുമ്പോൾ ത്രിത്വത്തിൽ 3 ആളില്ലേ എന്ന ആ അവസ്ഥയെക്കുറിച്ചാണോ സൂചിപ്പിക്കുന്നത് എന്ന ചോദ്യം വന്നിരുന്നു. ഇവിടെ അതുകൂടി വ്യക്തമാക്കുന്ന വചനമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. അവിടെ മഹത്വത്തിൻ്റെ വലതുഭാഗം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ശ്രേഷ്ഠ പദവി എന്നേ അർത്ഥമുള്ളൂ. പിതാവിൻ്റെ വലതുഭാഗം എന്ന് പറയുന്നത് ഭൂമിയിലായിരിക്കുന്ന യേശുവിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലെ ദൈവത്തെ പിതാവ് എന്ന് സംബോധന ചെയ്താണ് വിളിച്ചത്. അതെല്ലാ മനുഷ്യരും അങ്ങനെ വിളിക്കേണ്ടതിന് വേണ്ടിയാണ് യേശുവ അതിന് വിളിച്ചത്. ആദത്തിന് പിതാവായിരുന്നത് പോലെയും നമുക്കിപ്പോൾ പിതാവായിരിക്കുന്നത് പോലെയും യേശുവായിക്ക് പിതാവായിരുന്നു. ആ പിതാവായിരിക്കുന്ന ദൈവത്തെയാണ് വിളിക്കാനായിട്ട് നമ്മളെ പഠിപ്പിച്ചതും. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന യേശുവ നമുക്ക് നൽകുകയും ചെയ്തത്. അത് യേശുവ വഴി നമുക്ക് പുനഃസ്ഥാപിക്കപ്പെട്ട് കിട്ടിയ ദൈവപുത്ര പദവിയിൽ നിന്നുകൊണ്ടാണ് നമ്മളത് വിളിക്കുന്നത്. അപ്രകാരം വിളിക്കുന്ന യേശുവ അവിടെ ഏത് മഹത്വത്തെയാണോ പിതാവേ എന്ന് സംബോധന ചെയ്തത് ആ മഹത്വത്തിലേക്ക് കിടക്കുക എന്ന്, അതിൻ്റെ വലതുഭാഗം എന്ന് പറഞ്ഞാൽ വലതുഭാഗം എന്ന് അർത്ഥമാക്കുന്നത് ശ്രേഷ്ഠ പദവി എന്ന് മാത്രമാണ്.
നമ്മൾ അന്ത്യവിധി ദിവസം യേശുവ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ, വലതുഭാഗം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ഭാഗം എന്നാണ്. മോശമായ ഭാഗമെന്നും ശ്രേഷ്ഠമായ ഭാഗമെന്നുള്ള രണ്ട് ഭാഗമായി ഇടത് വലത് തിരിക്കുമ്പോൾ വലതുവശം എന്ന് പറയുന്നത് എപ്പോഴും ശ്രേഷ്ഠത എന്ന അർത്ഥം ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് അവിടെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു എന്ന് പറഞ്ഞാൽ അത് പിതാവ് അവിടെ ഇരിക്കുന്നു, അതിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അതിന് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, യേശുവ ലാസറിൻ്റെയും ധനവാന്റെയും ഉപമ പറയുമ്പോൾ ആ ഉപമയിൽ യഹൂദ വിശ്വാസപ്രകാരമുള്ള ഒരു സൂചന നൽകിയതാണ്. ലാസർ മരിച്ച് അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംഭവിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അബ്രാഹത്തിൻ്റെ മടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവരും നീതിമാന്മാരായ ആളുകളെല്ലാം മരിച്ച് അബ്രാഹത്തിൻ്റെ മടിയിൽ പോയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അതൊരു പദവിയാണ്. അബ്രാഹത്തിൻ്റെ മടി എന്ന് പറഞ്ഞാൽ അബ്രാഹം ആയിരിക്കുന്ന ആ അവസ്ഥയിൽ അതിനോട് ചേർന്നിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ ഉള്ളൂ. അബ്രാഹം ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് അന്ത്യവിധിക്ക് ശേഷം അബ്രാഹം എങ്ങനെയായാലും നീതിയുടെ പക്ഷത്തായതുകൊണ്ട്, അബ്രാഹം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസനായതുകൊണ്ടും ദൈവത്തിൻ്റെ സന്നിധി നീതിമാനായി ജീവിച്ചവനായതുകൊണ്ടും അവൻ സ്വർഗത്തിലായിരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ അബ്രാഹത്തോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ് അബ്രാഹത്തിൻ്റെ മടിയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ. ഇതുതന്നെയാണ് ഇവിടെയും ഉള്ളത്. പിതാവിൻ്റെ വലതുഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിതാവിനോട് കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ആ മഹത്വത്തിലായിരിക്കുക എന്നുള്ളതാണ്. യേശുവയെ സംബന്ധിച്ചിടത്തോളം യേശുവ പിതാവിൻ്റെ മഹത്വത്തിൽ ആയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഏക ദൈവമാണ്, ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് യേശുവയാണ്. യേശുവ ഇപ്പോൾ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. ആദത്തെയും യേശുവയെയും പരസ്പരം ചേർത്ത് വെച്ചുകൊണ്ട് നൽകുന്ന ഒരു വിവരണം ശ്രദ്ധിക്കുക. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്, പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികൻ്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയൻ്റെ സാദൃശ്യവും ധരിക്കും. 1 കോറിന്തോസ് 15-ാം അധ്യായം 45 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് കാണുന്നത്. ക്രിസ്തുവിനെയും ആദത്തെയും താരതമ്യം ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ വിവരണത്തിൽ വളരെ വ്യക്തമാണ് ആദത്തിൻ്റെ ഒന്നാം ആദം, രണ്ടാം ആദം എന്ന ഒരു വിശേഷണം യേശുവായ്ക്കും ആദത്തിനും തമ്മിലുണ്ട്. യേശുവായെ രണ്ടാം ആദമായി പരിഗണിക്കുന്നതിൻ്റെ അടിസ്ഥാനം, യേശുവ ഈ ഭൂമിയിൽ നിന്നുള്ള മനുഷ്യനല്ല. അതായത് പിതാവ് ഭൂമിയിൽ നിന്നല്ല. ആദം എങ്ങനെയായിരുന്നോ, ആദത്തിന് ഭൂമിയിൽ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചതെങ്കിലും ആ സൃഷ്ടിച്ച ആൾ ദൈവമായിരുന്നു. അതുപോലെ തന്നെ യേശുവ ഈ ഭൂമിയിൽ ജനിച്ചത് പുരുഷനിൽ നിന്നല്ല, പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നല്ല, ശാരീരിക ക്രമപ്രകാരം ഒരു പുരുഷൻ്റെ ഇച്ഛയിൽ നിന്ന് കടന്നു വന്ന മനുഷ്യനല്ല, ആദത്തെ പോലെ തന്നെ. ഇവിടെ ദൈവം നടത്തിയ രണ്ടാമത്തെ സൃഷ്ടിയാണ്. 6 ദിവസം കൊണ്ട് ദൈവം സകലവും സൃഷ്ടിച്ച് 6-ാം ദിവസം സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ സൃഷ്ടിയുടെ മകുടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് യേശുവായാണ്. രണ്ടാമത്തെ സൃഷ്ടി, അവൻ വീണ്ടും ഒരു സൃഷ്ടി ഈ ഭൂമിയിൽ നടത്തിയത് യേശുവായെ ആണ്. യേശുവയെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ താൻ
തന്നെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി കടന്നു വരിക എന്നുള്ള ആ അവസ്ഥയാണ്. അതാണ് യേശുവായിക്ക് ഈ ഭൂമിയിൽ 33 വർഷക്കാലം മനുഷ്യനായി ഇരുന്നതിന് ശേഷം വീണ്ടും ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിൻ്റെ വ്യത്യാസം. കാരണം പാപം ചെയ്തിട്ടില്ല, പാപത്തിലല്ല ജനിച്ചത്, പാപത്തിലല്ല ജീവിച്ചത്. ആദ്യത്തെ ആദം പാപത്തിലല്ല ജനിച്ചത്, എന്നാൽ പാപത്തിൽ ജീവിച്ചു. രണ്ടാം ആദം പാപത്തിൽ അല്ല, വിശുദ്ധിയിൽ തന്നെ, പരിശുദ്ധിയിൽ ജനിച്ചു, പാപമില്ലാത്തവനായി ജനിച്ചു, പാപമില്ലാത്തവനായി ജീവിച്ച് പാപമില്ലാത്തവനായി മരിച്ചപ്പോൾ സകലരുടെയും പാപങ്ങൾ അവൻ വഹിച്ചു. അതാണ് ആദ്യത്തെ ആദവും രണ്ടാമത്തെ ആദവും തമ്മിലുള്ള വ്യത്യാസം. രണ്ടുപേരും ദൈവപുത്രന്മാരാണ് ഭൂമിയിലായിരുന്നപ്പോഴും. പിന്നീട് ആദം നഷ്ടപ്പെടുത്തിയ ദൈവപുത്ര സ്ഥാനം യേശുവ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കൂടി അത് നേടിക്കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ യേശുവ ദൈവപുത്രൻ എന്ന് ഭൂമിയിൽ വെച്ച് വിളിച്ചത് ദൈവം എന്ന് വിളിക്കുന്നതിന് ദൈവം എന്ന് വിളിക്കാനുള്ള കാരണമാകുമെങ്കിൽ അത് ആദത്തിനും ബാധകമാണ്. അതിനുശേഷം പിന്നീട് നമുക്ക് ഓരോരുത്തർക്കും, നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച് ദൈവമക്കളായി തീർന്നിരിക്കുന്ന നമുക്കും അത് ബാധകമാകും. അപ്പോൾ നമ്മൾ ദൈവമല്ല, ആദവും ദൈവമല്ല, അതുപോലെ തന്നെ ഭൂമിയിലായിരുന്ന 33 വർഷക്കാലം യേശുവായും ദൈവമല്ല. ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. മറ്റെല്ലാ വിഷയങ്ങളും തന്നെ ഈ ക്ലാസ്സിനോട് ചേർത്ത് വെച്ച് സംസാരിച്ചിട്ടുള്ളതിനാൽ ഇനിയുള്ള വിവരണങ്ങൾ ഈ ക്ലാസ് 1, 2, 3 വട്ടം ആവർത്തിച്ച് കേട്ട് കഴിയുമ്പോൾ വചനമായിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഉൾക്കാഴ്ചകൾ ലഭിക്കും. പിന്നീട് വചനം വായിക്കുമ്പോഴൊക്കെ തന്നെ യഥാർത്ഥ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നടക്കാനായിട്ട് നമ്മൾ പ്രാപ്തരാകുകയും ചെയ്യും. എന്ന് ജീവിക്കുന്നതിനായ യേശുവ മശിഹായുടെ അതിവിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ.